ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് സ്പേസ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ്. ഞാൻ നിങ്ങളെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ കുക്കർ വയ്ക്കുന്നു, സ്റ്റൗ ഓൺ ചെയ്യുന്നു, കുക്കർ വയ്ക്കുന്നു. ഈ കുക്കറിലോട്ട് ഓരോ സാധനങ്ങളായിട്ട് ഇടണം. ഫസ്റ്റ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ അരിയണം. കണ്ടോ, ഒത്തിരി വലുതായിട്ടില്ല, അത് ഒത്തിരി ചെറുതായിട്ടും അരിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സവാള അരിയണം. അത് ഞാൻ അതിലോട്ട് ഇടുന്നു. ഓക്കെ, അത് കുറച്ചു നേരം കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഓക്കെ, ആ ഉള്ളി കുറച്ച് നേരം ഒന്ന് വഴരണം. ഒത്തിരി നേരം വേണ്ട, കുറച്ച് നേരം അതൊന്ന് വഴരണം. അതിനായിട്ട് ഞാൻ വിട്ടു. ഓക്കെ, ഉള്ളി വേണ്ട ഇത്രയും വഴണം. നോക്കിയാൽ ഇത്രയും, കുറച്ച്, ഒത്തിരി വേണ്ട, ഇത്രയും വഴന്നാൽ മതി. ഇത്രയും മതി. ഇതിലോട്ട് നമ്മൾ തക്കാളി, ഞാൻ കുറച്ച് തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഇത്രയും തക്കാളി. ഓക്കെ, തക്കാളികൾ ഞാൻ ഇതിലോട്ട് ഇടുന്നു. ഓക്കെ, ഇനി രണ്ടും കൂടെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇളക്കി വഴറ്റി കൊടുക്കണം, തക്കാളിയും ഉള്ളിയും. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഒരു 4-5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ പച്ചമുളക് ഇങ്ങനെ ചുമ്മാതെ കീറിയിട്ടാൽ മതി, ഒത്തിരി അരിയണ്ട. ഈ പച്ചമുളക് ഞാൻ ഇതിലോട്ട് ഇടുന്നു. ഓക്കെ, ഇനി ഇത് ഇത്രയും കുറച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കണം. അതിനെ അതൊന്ന് വഴന്ന് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ വിട്ടേക്കുവാണ്. ഓക്കെ, ഞാൻ ഇത് വഴറ്റിക്കൊണ്ടിരുന്നു. ഇത്രയും മിക്സായി. നോക്കാം, തക്കാളിയൊക്കെ വെന്തു നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ആ പച്ചമുളകൊക്കെ വെന്തു നന്നായിട്ട് മിക്സായി. ഓക്കെ, നന്നായിട്ടാകണമെന്നില്ല കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഞാൻ ഇത് ഏലക്ക, ഗ്രാമ്പൂ എല്ലാം കൂടെ പൊടിച്ച് വെച്ചത്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഞാൻ അതിലോട്ട് ഇടുന്നു. ഓക്കെ, പിന്നെ അടുത്തത് ബിരിയാണി പേസ്റ്റ്. ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ തമിഴ്നാട്ടിലാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മഹാരാജ ബിരിയാണി പേസ്റ്റ്. അതൊരു 2 പാക്കറ്റ്, ചെറിയ 2 പാക്കറ്റ്.